ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സേഫ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Thank you. Good morning. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ആ ചലഞ്ചിൽ കുറച്ച് ആളുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ചലഞ്ചസോ എക്സാക്റ്റ് രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് സാർ? ഞാൻ ഗൂഗിൾ ഫോം നോക്കുന്ന സമയത്ത് വരെ വളരെ കുറച്ച് ആൾക്കാരെ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിവറ്റ് ടേബിൾ ഒന്നും സെറ്റ് ചെയ്ത് തന്നിട്ടില്ല. കാരണം നമ്മളൊരു വർക്ക് എടുക്കുന്ന സമയത്ത് എപ്പോഴും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, TOO. എന്താണ് നമ്മൾ ടാസ്ക്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, എന്താണ് അതിൻ്റെ ഔട്ട്കം കിട്ടാൻ നമ്മൾ വർക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിഷയവും ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസിഷൻസും കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അതിലേക്ക് വരാം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യം തോമസ് എഡിസൺ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വിഷൻ വിത്തൗട്ട് എക്സിക്യൂഷൻ ഹീസ് ഹാലുസിനേഷൻ. ഇതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കുറേ ഐഡിയകൾ ഉണ്ടാവും. ലോകത്ത് ഐഡിയകൾക്കൊരു പഞ്ചുമില്ല. നമുക്കിനി ഐഡിയകൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ടോ ഒരു ചാറ്റ് GPT പോയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ പോയിട്ടോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഐഡിയ ഓക്കെ എന്ന് സെർച്ച് കഴിഞ്ഞാൽ വരും. എന്തിനെ കുറിച്ച് വരും? ഐഡിയ അല്ല ഒരാളുടെ ലൈഫ് സക്സസ് ആക്കുക. ഐഡിയ ഈസ് ചീപ്പ്, എവരി വൺ ഹാസ് ദം എന്നുള്ളതാണ്. ഐഡിയ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്, എല്ലാ ആളുകൾക്കും അതുണ്ട്. ഇപ്പം ഞാനൊരു ബിസിനസ് ഐഡിയ, എന്തെങ്കിലും ഐഡിയ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഐഡിയകൾ വരും. പക്ഷെ എന്താണ് ഈ വിജയിച്ച ആളുകളെയും വിജയിക്കാത്ത ആളുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തൊരു കാര്യം എന്താ പറയുക? ഐഡിയ അല്ലാതെ. ഐഡിയ എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ ഇല്ലേ? ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, അവിടുത്തെ ഐഡിയ ഉണ്ടാവും. എന്തായിരിക്കും ഈ വിജയിച്ച ആളുകൾ പരാജയപ്പെട്ട ആളുകളെയും തമ്മിൽ, അല്ലെങ്കിൽ വിജയിക്കാത്ത ആളുകളെയും തമ്മിൽ ഐഡിയ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വിജയിക്കാറ്? കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കാം, എങ്ങനെ നമുക്ക് ഈ ബി മാജിക്കിന്റെ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആക്കാം? എങ്ങനെ നമ്മുടെ ആ കൾച്ചർ പാലിക്കുന്ന ആക്റ്റീവ് ആക്കാം? 1-2 ഐഡിയ പറഞ്ഞേ, ഇനി എന്താ ചെയ്യാൻ പറ്റുക? മെയിൻ ആയിട്ട് കൺസിസ്റ്റൻസി ഇല്ലാത്തോണ്ടാ സാറേ. അപ്പൊ ഈ കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യാൻ പറ്റുമോ സാർ? നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ തന്നെ വിചാരിക്കണം. വിജയിക്കുന്ന ആളുകളെയും പരാജയപ്പെടുന്ന ആളുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന, വാട്ട് സെപ്പറേറ്റ് സക്സസ്ഫുൾ പീപ്പിൾ ഫ്രം ദ റെസ്റ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് വിജയിച്ച ആളുകളെയും വിജയിച്ച ആളുകളല്ലാത്ത വളരെ കുറഞ്ഞ ആളുകൾ വിജയിക്കുകയും ബാക്കിയുള്ള ആളുകൾ വിജയിക്കുകയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്, ദാറ്റ്സ് എക്സിക്യൂഷൻ. ഐഡിയ ഈസ് 1% ആൻഡ് എക്സിക്യൂഷൻ ഈസ് 99%. നിങ്ങളുടെ ലൈഫ് സക്സസ് ആവുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു സംഭവങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങളെ എക്സിക്യൂഷൻ കപ്പാസിറ്റി എത്രയാണ്, നിങ്ങൾക്കത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണ്? ഞാനിപ്പോൾ ഈ ബിസിനസ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് പല ആളുകളും വരും, ബിസിനസ് ട്രെയിനിങ് കൊടുത്ത് ഞങ്ങൾ അവർക്കൊരു 3 മാസത്തെ പ്രോഗ്രാം കൊടുക്കും. അപ്പോൾ ഞങ്ങൾ എക്സിക്യൂഷൻ SOP കൊടുക്കും, എങ്ങനെയുണ്ട് കാര്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഒരു 3 മാസം കഴിഞ്ഞ് അവരെ ടീമിനെയൊക്കെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പറയും, ഓക്കെ നമ്മുടെ ടൈം എൻഡ് ആയിട്ടുണ്ട്, ഞങ്ങൾ ലീവ് ചെയ്യണമെന്ന് പറയും. വിത്തിൻ ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സിൻ്റെ ഇടയിൽ അവർ വീണ്ടും നമ്മൾ വിളിക്കും, സർ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്, ഓഫീസൊക്കെ സൂപ്പറായിട്ട് റൺ ആവുന്നുണ്ട്, പക്ഷേ ഒരു നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. ആര് ചെയ്യുന്നില്ല? ടീമൊക്കെ ഓക്കെ ആയി, ആര് ചെയ്യുന്നില്ല? ടീമിൻ്റെ ഹെഡായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓണറായിട്ടുള്ള ഞാൻ ചെയ്യുന്നില്ല. അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ കൊടുക്കും, നമുക്ക് ഇനി ബിസിനസ് ആക്സിലറേഷൻ എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്, നമുക്കത് ചെയ്യാം. എന്താ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളിവിടെ കുറേ ക്ലാസ് കേട്ട് അറ്റ്ലീസ്റ്റ് ഒരു
ബി മാജിക്കിൽ പറയുന്ന കൾച്ചർ വരെ നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലേ? വളരെ ഫ്രീ ആയിട്ട് വീണ്ടും വീണ്ടും നമ്മളത് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കും. ഫ്രീ ആയതുകൊണ്ടാണ്. ലീഡേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള ആളുകളുണ്ട്. അപ്പോൾ റസാഖ് സാർ ആദ്യം കഴിഞ്ഞ വീക്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ ഒരു സംഭവം ഒന്ന് പറയും, ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പറയാം. എന്താണ് കഴിഞ്ഞ വീക്കിൽ ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ആക്റ്റീവ് ആയിരുന്നോ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയാം റസാഖ് സാർ. ആക്റ്റീവ് ആണ്. ചില ദിവസം കുറച്ച് ആൾക്കാരില്ലാതാവും, പക്ഷെ പിറ്റേന്ന് അവരുണ്ടാവും. അപ്പൊ വേറെ കുറച്ച് ആൾക്കാരില്ലാതാവും. അങ്ങനെ വരുന്നത്. നമ്മൾ എന്താണ് ചെയ്യുക? വാട്ട് വി ഡു? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഗ്രൂപ്പിൽ 10 ആൾ വേണമെന്നോ 15 ആൾ വേണമെന്നോ 2 ആൾ വേണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല. ഈവൻ ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ആ സിംഗിൾ പേഴ്സൺ ആണ് ബി മാജിക് മെമ്പർ. എന്താ ചെയ്യുക? അതിലൊരു മീറ്റിംഗ് വിളിക്കുക, അതിലുള്ള ആളുകളെ കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. എല്ലാ ആളുകൾക്കും ഒരു പുഷിങ്ങും ഒരു പുള്ളപ്പൊക്കെ ആവശ്യമാണ്. ഡെയിൽക്കാരനെങ്കിൽ പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണ് മാർഗം അറിയാം? എന്തായിരിക്കും? ആഗ്രഹം ജനിപ്പിക്കുക. എന്താണ്? ആഗ്രഹം ജനിപ്പിക്കുക. അല്ലല്ല, ആഗ്രഹം ജനിപ്പിക്കല്ല. ആഗ്രഹം നമുക്കൊക്കെ ഉണ്ട്. അവർക്ക് ആവശ്യം വരും. അതവരുടെ ആവശ്യമാക്കി മാറ്റുക. അതവരുടെ ആവശ്യമാക്കി മാറ്റുക. സിമ്പിൾ എക്സാമ്പിൾ, വളരെ സിമ്പിൾ എക്സാമ്പിൾ. ഹെൽമെറ്റ് ധരിച്ചിട്ട് പുറത്ത് പോകണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. ന്യൂയോർക്കിൽ ആക്സിഡന്റ് ഇങ്ങനെ വർദ്ധിക്കുകയാണ്. കാർ ആക്സിഡന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആക്സിഡന്റ് വർദ്ധിച്ചപ്പം ഗവൺമെന്റ് ഇതിനെ കുറിച്ച് പഠിച്ചു. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ല. അങ്ങനെ ഡ്രൈവർമാർക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിക്കാനുള്ള ബോധവൽക്കരണമൊക്കെ നടത്തി. റെഡി ആവുന്നില്ല. അങ്ങനെ ന്യൂയോർക്ക് അവിടുത്തെ ഗവൺമെന്റ് ഒരു റൂൾ ഇറക്കി, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഫൈൻ സിസ്റ്റം കൊണ്ടുവരാൻ പോവാം. ഈ ഒരു കാര്യത്തിന് പെട്ടെന്ന് വലിയ രീതിയിലുള്ള മാറ്റം വന്നു. എന്തുകൊണ്ടാ? ആളുകളുടെ ആവശ്യമായിട്ട് മാറി. എന്താണ് ആളുടെ ആവശ്യം? ആളുടെ ആവശ്യം എന്താണ്? സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതാണോ? ഫൈൻ അടക്കാതിരിക്കുന്നതാണോ? അല്ലേ? ഫൈൻ കൊടുക്കാതിരിക്കുന്ന ആളുടെ ആവശ്യമായിട്ട് മാറി. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ AI ക്യാമറ വന്നു. ഞാനൊന്ന് ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്ന വ്യക്തിയാണ്, അല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ മുടിയൊക്കെ വാർന്ന് റെഡി ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഇടുമ്പോൾ മുടിയൊക്കെ ഇതാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടിയിരിക്കും. AI ക്യാമറ ഒരിക്കലും സിസ്റ്റമാണ്. ആ സിസ്റ്റം ഒരിക്കലും കള്ളം പറയില്ല. പോലീസുകാർ ചിലപ്പോൾ കണ്ണൊട്ടിച്ച് പോകാനൊക്കെ പറ്റുന്ന വരും. അല്ലെങ്കിൽ പോലീസുകാരോടാണെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റും. AI ക്യാമറയ്ക്ക് അങ്ങനെ ഇമോഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോയോ AI ക്യാമറ അടിച്ചിരിക്കും. അപ്പൊ എനിക്ക് ഹെൽമെറ്റ് ഇടാതെ പോകാൻ വയ്യ. എന്താണ്? ആവശ്യമായിട്ട് മാറി. അയാളുടെ ആവശ്യമായിട്ട് മാറി. ആ ആവശ്യമായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിലെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആവശ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോ ഞാൻ ഒരു ഐഡിയ പറയാം. ഈ എക്സിക്യൂഷന്റെ പ്രാധാന്യം പറയാം. ബി മാജിക് പോലെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാൻ ഉള്ള ഐഡിയ ഇപ്പൊ ബി മാജിക്കിൽ നിങ്ങൾ വന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബി മാജിക് എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ബി മാജിക്കിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി കൊണ്ടുപോകേണ്ടതെന്നുള്ളത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ബി മാജിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ തുടങ്ങിക്കൂടെ? ഇതിലുള്ള ആർക്കും തുടങ്ങിക്കൂടെ? മാസം ഒരു സൂമിന് ചെറിയൊരു പേയ്മെന്റ്, ഒരു 2000 രൂപേൻ്റെ അടുത്ത് 1500 രൂപേൻ്റെ അടുത്ത് സൂമിന് പേയ്മെന്റ് കൊടുക്കണം. പിന്നെ കുറച്ച് ട്രെയിനേഴ്സിനെ ഉണ്ടാക്കണം, അല്ലേ? ഈ ഐഡിയ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങേണ്ടതെന്നുള്ളത്? ബി മാജിക്കിന്റെ കൂടെ ഇങ്ങനെ ബി മാജിക്കിൽ വന്നിട്ട് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള കുറെ ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബി മാജിക്കിന്റെ കൂടെയുള്ള കമ്മ്യൂണിറ്റികൾ കുറെ ആൾ. എന്തുകൊണ്ടാണ് അവർ നിലനിൽക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ തുടങ്ങാത്തത്? റീസൺ എന്താ? റീസൺ എന്താ? സ്ഥിരമായിട്ട് കൊണ്ടെടുക്കാൻ കഴിയൂല അതിന്.
എക്സിക്യൂഷൻ ഈസ് വാട്ട് ടേൺസ് പൊട്ടൻഷ്യൽ ടു റിയാലിറ്റി. നിങ്ങൾക്ക് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, കഴിവുണ്ട്, കാര്യമില്ല. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിലാണ് എന്താ പറയുക, ഇപ്പോൾ ഗൂഗിളിനെ പോലെ, ആപ്പിളിനെ പോലെ, അല്ലെങ്കിൽ പിന്നെ സ്റ്റീവ് ജോബ്സിനെ പോലെ, ബാക്കിയുള്ള ആളുകളെ പോലെ ഐഡിയ എല്ലാവരുടെ അടുത്തും ഉണ്ട്. പക്ഷെ എന്താണ് ഇവരെ ഡിഫറെന്റ് ആക്കി നിൽക്കുന്നത്, ഈ കാര്യത്തിൽ ഡിഫറെന്റ് ആക്കി നിൽക്കുന്നതിന്റെ ഒരൊറ്റ കാര്യം എന്ന് പറയുന്ന എക്സിക്യൂഷനാണ്. എന്തുകൊണ്ടാണ് ആളുകൾ എക്സിക്യൂട്ട് ചെയ്യാത്തത്? വൈ പീപ്പിൾ ഡോണ്ട് എക്സിക്യൂട്ട്? എന്തുകൊണ്ട് ആളുകൾ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാത്ത അറിയാം? നിങ്ങളടുത്തൊക്കെ ഐഡിയ ഉണ്ട്. ഞാൻ പറയുന്നത് ഈ ബി മാജിക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യമല്ല. യു പീപ്പിൾ ഹാവ് ലോട്ട് ഓഫ് ഐഡിയ. നിങ്ങളുടെ കയ്യിലൊക്കെ ധാരാളം ഐഡിയകൾ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഐഡിയകൾ ഉണ്ട്. നിങ്ങളൊരു കാര്യം തുടങ്ങാനും വേണ്ടിയിട്ട് കുറെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. എന്ത് കാരണം കൊണ്ടാണ് ചെയ്യാത്ത വെച്ച് കഴിഞ്ഞാൽ 4 കാരണം കൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യാത്തത്. ഫസ്റ്റ് തിങ്സ് എന്ന് പറയുന്ന എക്സിക്യൂട്ട് ചെയ്യാത്തതിന്റെ ഫസ്റ്റ് കാരണം, ഇപ്പൊ ഞാൻ ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. ഞാൻ ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടോ, ഫിയർ ഓഫ് ഫെയിലിയറിന്. ഞാൻ ഈ ഗ്രൂപ്പിൽ എല്ലാവരെയും ആക്റ്റീവ് ആക്കാൻ പോവാണ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആക്റ്റീവ് ആക്കാൻ പോവാണ്. ഓക്കെ, എത്ര ആളുകൾ ആ ഒരു ചലഞ്ച് വെക്കാൻ പോവാണ്. ഞാൻ അടുത്ത 7 ഡേയ്സിന് ചലഞ്ച് വെക്കാൻ പോവാണ്. എത്ര ആളുകൾ അതിന് തയ്യാറാണ്? ആ ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്? ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ സെയിം ഒരു ചലഞ്ചും കൂടെ വെക്കാൻ പോകണം. ഒരൊറ്റ വീക്ക് കൊണ്ട് ഞാൻ പറയുന്ന ഈ ചലഞ്ച് ഏറ്റെടുക്കുന്ന ആളുകൾ 100% ആ കാര്യം ചെയ്തിരിക്കും. എത്ര ആളുകൾ ചെയ്യാൻ തയ്യാറാണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത്. ഷീല മാം തയ്യാറാണ്. വേറെ കൃഷ്ണമുൽ സാർ തയ്യാറാണ്. റസാഖ് സാർ തയ്യാറാണ്. നൗഫൽ സാർ തയ്യാറാണ്. ദിവ്യ മാം തയ്യാറാണ്. വേറെ രഞ്ജിത്ത് സാർ തയ്യാറാണ്. വേറെ ബീന മാം തയ്യാറാണ്. പ്രീത മാം തയ്യാറാണ്. വേറെ ആരെങ്കിലോ? വേറെ കഴിഞ്ഞോ? തയ്യാറാണ് സാർ. മണി സാർ തയ്യാറാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു വാക്ക് കേൾക്കുമ്പോൾ ഈ തയ്യാറാണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ തയ്യാറല്ല എന്ന് പറയും. ഈ തയ്യാറാണെന്ന് പറയുന്ന കുറേ ആളുകൾ തയ്യാറല്ല എന്ന് പറയും. ഇപ്പൊ റെഡി എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ ഇനി നോ എന്ന ആൻസർ പറയാൻ പോവാണ്. സംഭവത്തിലാണ്, നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് വിടണം. അതേപോലെ തന്നെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം പറഞ്ഞാൽ ഈ 5-6 കൾച്ചർ ഉണ്ടല്ലോ, ഈ കൾച്ചർ ഒന്നൊരു ദിവസം പാലിച്ചിട്ടില്ലെങ്കിൽ 1-ന് 500 രൂപ വെച്ച് ഫൈൻ ചെയ്യും. 1-ന് 500 രൂപ വെച്ചിട്ട് ഫൈൻ ഉണ്ടാവും. ഒരു ദിവസം ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ 2500-3000 രൂപ വരെ ഫൈൻ ഉണ്ടാവും. ഇപ്പൊ എത്ര പേര് തയ്യാറുണ്ട്? ഹൗ മെനി വൺ റെഡി റൈറ്റ് നൗ? ഇപ്പൊ എത്ര പേര് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? അവരൊന്ന് ആയി കമന്റ് ചെയ്തേ. അലക്കടിയേറ്റേ എന്തായാലും കമന്റ് ചെയ്യാത്ത? ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുത്ത ഒരാളാണ്. ഓക്കെ, ബീന മാം ഉണ്ട്. എന്താ ബാക്കിയുള്ള ആളുകൾക്ക് എന്താ കമന്റ് വരാത്തത്? ഫിയർ ഓഫ് ഫെയിലിയർ. വാട്ട് ഇഫ് ഐ ഫെയിൽ? ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ബാക്കിലേക്ക് നിൽക്കുന്ന ഒരേ ഒരു കാര്യം. വാട്ട് ഇഫ് ഐ ഫെയിൽ? ഞാൻ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ 500 രൂപ കൊടുക്കണ്ടേ? ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഈ ചലഞ്ചിൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ 100 രൂപയാണ് ഫൈൻ. എത്ര പേർ റെഡി ഉണ്ട്? 100 രൂപയാണ് ഫൈൻ. എത്ര പേർ റെഡി ഉണ്ട്? 100 രൂപ ഫൈൻ റെഡി ഉള്ളവർക്ക് 100 എന്ന് ടൈപ്പ് ചെയ്യാം. 100. രഞ്ജിത്ത് സാർ റെഡിയാണ്. ബീന മാം റെഡിയാണ്. റസാഖ് സാർ റെഡിയാണ്. മണി സാർ റെഡിയാണ് അല്ലേ? പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ അടക്കാൻ പറ്റും. അതാ റീസൺ. ഓക്കെ, അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? വിജയിക്കുന്നതിനെ കുറിച്ചിട്ടല്ല. ആ ചലഞ്ചസ് ഏറ്റെടുത്തിട്ട് വിജയിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, പരാജയപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഇതിൽ ഫൈൻ ഏർപ്പെടുത്താൻ പോവാണ്. ഫൈൻ ഇങ്ങനെയാണ്, 10 രൂപയാണ് ഫൈൻ. ഓക്കെ, അല്ലാത്തവരൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചേക്കണം. റസാഖ് സാർ എല്ലാവരും അറിയിക്കുക. ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ 10 രൂപയാണ് ഫൈൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 2 കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്നത്. 3 കാര്യം. ഒന്ന്, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നത്. അത് അയച്ചിട്ടില്ലെങ്കിൽ 10 രൂപ ഫൈൻ. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അതില്ലെങ്കിൽ 10 രൂപ ഫൈൻ.
മൂന്നാമത്തെ കാര്യം എക്സസൈസ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ 10 രൂപ ഫൈൻ. ഇപ്പം എത്ര രൂപ ഫൈൻ ഒരു ദിവസം ഒരാൾക്ക്? 30 രൂപ വരും. ഓക്കെ. പക്ഷെ സെക്കൻഡ് ഡേയ്സ് ഒരു ദിവസത്തിൽ ഒരാൾ ഇങ്ങനെ 10 രൂപേൻ്റെ തെറ്റിച്ചു. സെക്കൻഡ് ഡേയ്സ് അയാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ 7 ദിവസമാണ് ചാലഞ്ചസ് ഉണ്ടാവുക. സെക്കൻഡ് ഡേയ്സ് തെറ്റിച്ച് കഴിഞ്ഞാൽ അത് 10+10 ആയിട്ട് മാറും. ഓക്കെ. ആദ്യത്തെ ദിവസത്തിൽ ഒരാൾ 1 തെറ്റിച്ചു 10 രൂപയാണ് ഫൈന്, 2 തെറ്റിച്ച് 20 രൂപയാണ് ഫൈന്, 3 തെറ്റിച്ച് 30 രൂപയാണ് ഫൈൻ. സെക്കൻഡ് ഡേയ്സിൽ അയാൾ ഏതാണ് തെറ്റിക്കുന്നത് വെച്ചെങ്കിൽ അത് 20 റുപ്പീസ് ആവും ഒന്നിന് ഫൈന്. മൂന്നാമത്തെ ദിവസം പറഞ്ഞാൽ 3 തവണ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇന്നൊന്ന് തെറ്റിച്ചു 10 രൂപയാണ് ഫൈന്, നാളെ ഒന്ന് തെറ്റിച്ച് 20 രൂപയാണ് ഫൈന്, മറ്റന്നാളൊന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ 30 രൂപയാണ് ഫൈന്. ഒരേ സാധനം തെറ്റിക്കുകയാണെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഇന്ന് അയച്ചില്ല, എനിക്ക് 10 രൂപ ഫൈനുള്ളൂ. നാളെ അയാൾ എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എക്സസൈസിനായിരിക്കും 10 രൂപ ഫൈൻ. ഓക്കെ. ഗുഡ് മോർണിംഗ് മെസ്സേജസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷെ മറ്റന്നാൾ വീണ്ടും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചില്ല, അപ്പോൾ 20 റുപ്പീസ് ആയിരിക്കും ഫൈൻ. ഈ 3 കാര്യങ്ങളിൽ ഇങ്ങനെ ഫൈൻ ആയിരിക്കും. ഇതിന് റെഡിയുള്ള ആളുകൾ 10 രൂപ 10 ടൈപ്പ് ചെയ്ത്. പൈസ ഒന്നും എനിക്ക് വേണ്ട കേട്ടോ, ഈ മാജിക്കിന് വേണ്ടേ. നമ്മൾ ഇതിൽ തന്നെ വിജയിക്കുന്ന ആളുകൾക്ക് വല്ല ഗിഫ്റ്റും കൊടുക്കും. പൈസ റസാഖ് സാർ അക്കൗണ്ടിൽ അയക്കാം. ഓക്കെ. റസാഖ് സാർ, ഇതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്മോൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ. എല്ലാവരെയും അറിയിക്കുക, അതൊരു ടെക്സ്റ്റ് ആക്കിയിട്ടില്ല. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഇന്നൊരാൾ 10 രൂപ അടിച്ചു, തെറ്റി കഴിഞ്ഞാൽ 10 രൂപ ഉള്ളൂ. നാളെ അയാൾ വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ 20 രൂപ 30 രൂപയായി. മറ്റന്നാൾ വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ 30 രൂപയായി, അപ്പോൾ അയാൾ 60 രൂപ അടിച്ചു. പിന്നെ ദിവസം അയാൾ വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ 40 രൂപയായി, അപ്പോൾ അയാൾ 100 രൂപ അടിച്ചു. പിന്നെ ദിവസം വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ 50 രൂപ 150 രൂപ അടിച്ചു. പിന്നത്തെ ദിവസം വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ 60 രൂപ, അപ്പോൾ 210 രൂപ അടിച്ചു. പിന്നത്തെ ദിവസം വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ 70 രൂപയായി, 280 രൂപ വരെ ഒരു കാര്യത്തിന് ഫൈൻ വരാം. കണ്ടിന്യൂസ് ആയിട്ട് ഈ 3 കാര്യങ്ങൾക്കാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് ഫിയർ ഓഫ് ഫെയിലിയർ, ഒരാളെ നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഫിയർ ഓഫ് ഫെയിലിയർ ആണ് ഈ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന്. രണ്ടാമത്തെ കാര്യമാണെന്ന് ചോദിച്ചാൽ പെർഫെക്ഷനിസം ആണ്. പെർഫെക്ഷനിസം ഒരാളെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, മെനി വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻ വിച്ച് നെവർ കം. ജീവിതത്തിൽ ഒരിക്കലും വരാത്ത, സംഭവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ. സുനിൽ സാറല്ലേ? സുനിൽ സാർ കേൾക്കണ്ടോ? ഈ ചലഞ്ചിൽ നിങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 100 റുപ്യാണ് ഫൈൻ. റെഡി അല്ലേ? ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ 100 റുപ്യാണ്. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് 200 റുപ്യ ആയിരിക്കും. റെഡി അല്ലേ? ഞാനും റെഡിയാണ്. 100 റുപ്യാണ് എനിക്ക് സുനിൽ സാറിന് ഫൈൻ. വേറെ ആരെങ്കിലും 100 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ 100 കമന്റ് ചെയ്യാം. ഓക്കെ. എത്രമാത്രം നിങ്ങൾ പൈസ കൂട്ടി കമന്റ് ചെയ്യുന്നോ? പൈസ ഇതിന് വേണ്ട. വീണ്ടും പറയാണ്, വി ഡോണ്ട് നീഡ് മണി. ഓക്കെ. ബി മാജിക്കിന് ഒരിക്കലും നിങ്ങൾ ആ പൈസ വേണ്ട. പക്ഷെ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ തയ്യാറായി കഴിയുമ്പോൾ നാളെ മുതൽ ആ ചലഞ്ച് നിങ്ങൾ എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഗുഡ് മോർണിംഗ് മെസ്സേജസും, ഒന്ന് എക്സസൈസസിന്റെ കാര്യങ്ങളും, ഒന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ ഉണ്ടാവില്ല, ബാക്കിയുള്ള കണ്ടത്തിൽ ഞാനുണ്ടാവും. ക്ലിയർ ആണ്? സോ രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല? ഫസ്റ്റ് കാര്യം എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഫസ്റ്റ് കാര്യം എന്താണ്? ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയർ. സെക്കൻഡ് കാര്യം എന്താണ്? പെർഫെക്ഷനിസത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി. നോ ക്ലിയർ ആക്ഷൻ പ്ലാൻ, ദർ ഈസ് നോ എക്സിക്യൂഷൻ. അവർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവില്ല. ആക്ഷൻ പ്ലാൻ ഇല്ലെങ്കിൽ ദർ ഈസ് നോ എക്സിക്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു വീട് എടുക്കണം, ഒരു വ്യക്തിക്ക് ഒരു വീട് എടുക്കണം. ആ വീടിന് ബേസിക് ആയിട്ട് പ്ലാൻ ഉണ്ടെങ്കിലാണ് അത് നടക്കുള്ളൂ, അല്ലേ? ബി മാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകണം. എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ബി മാജിക്കിന് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഇന്ന ദിവസത്തിന്റെ മുമ്പ് ട്രെയിനേഴ്സിനെ റെഡിയാക്കിയിരിക്കണം. അത് അജിഷാമ വളരെ വൃത്തിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത്. വളരെ പിന്നെ അതിന്റെ ക്രെഡിറ്റ് ഏറ്റവും ഈ ബി മാജിക് മുന്നോട്ട് പോകുന്നതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീം ഓഫ് ടീംസ് കിയോളോ ആണ്, എനിക്കല്ല.
അജിഷ മാം, ഗോപിക, മുഫീദ ഒക്കെ അടങ്ങുന്ന ഈ 3 ആളുകളാണ് ഇതിനെ മെയിൻലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ. ശരിക്കും എനിക്കൊരു റോളും ഇല്ല. എനിക്കറിയില്ല ഇതിൽ ഇന്നലെ ആരാണ് ട്രെയിനർ, നാളെ ആരാണ് ട്രെയിനർ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു കുറെ മുമ്പ് ഇത് ഫുൾ എൻ്റെ ഹെഡിലായിരുന്നു. ട്രെയിനേഴ്സിന് ഉണ്ടാക്കുന്നത് മുതൽ ഇതിപ്പോൾ അതിൽ ആരാണ് ട്രെയിനേഴ്സ്, ക്ലാസ് നടക്കാതാവാതെ അല്ലെങ്കിൽ ബി മാജിക്ക് നടക്കാതാവുന്ന ഒരു വിഷയമില്ല. എല്ലാ കാര്യങ്ങളും അതിൽ അജിഷാമ വളരെ വൃത്തിക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ആദ്യമൊക്കെ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു, ബി മാജിക്ക് ഇതിങ്ങനെ മെഡിറ്റേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ അടുത്തിടെ ഐഷാനോട് പറഞ്ഞു മെഡിറ്റേഷൻ നമുക്ക് മൊബൈലിൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും, പറയാൻ മെഡിറ്റേഷൻ അയച്ചിട്ട് ഇപ്പോൾ അവർ അത് പഠിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? സോ ആ ടീമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത്? അവർക്ക് വളരെ വ്യക്തമായിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഒരാഴ്ച മുമ്പ് ട്രെയിനേഴ്സ് റെഡി ആയിരിക്കണം. ഒരു ട്രെയിനേഴ്സ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ചില ദിവസങ്ങളൊക്കെ എനിക്ക് അത്ഭുതം എന്താ വെച്ചാൽ ചില ബുധനാഴ്ചകളിൽ ചൊവ്വാഴ്ച രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ അറിയിക്കുക നാളെ എനിക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ അപ്പോഴേക്ക് അതിനൊരാൾ റെഡി ആക്കിയിട്ടുണ്ടാവും. ഹൗ ടു എക്സിക്യൂട്ട്, എന്താ ഡിഫറൻസ് എന്താണ്? അവർക്കത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നറിയാം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് നിങ്ങളെ ക്ലാരിറ്റി കൂട്ടണം. എങ്ങനെയാണ് ക്ലാരിറ്റി കൂട്ടുക? ഇങ്ങനെ ക്ലാരിറ്റി കൂട്ടുക, ഫോർ എക്സാമ്പിൾ പറയാണ്, നിങ്ങളെ വീട്ടിലെ കണ്ണാടി, വീട്ടിൽ കണ്ണാടി ഇല്ല, എല്ലാവരുടെ വീട്ടിലും കണ്ണാടി ഇല്ല അല്ലേ? ബാത്റൂമിൽ ചുടുവെള്ളം വെച്ചിട്ട് കണ്ണാടിയുള്ള ഒരു ബാത്റൂമിൽ നിങ്ങൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോട്ട് വാട്ടറിൽ കുളിക്കാറുണ്ടാവും. ഈ ഹോട്ട് വാട്ടറിൽ കുളിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ബാത്റൂമിൽ കണ്ണാടി എന്താവുക? എന്താ സംഭവിക്കുക? പുക മൂടും. പുക മൂടി കഴിഞ്ഞാൽ കണ്ണാടിക്ക് നോക്കി കഴിഞ്ഞാൽ എന്താവുക? കണ്ണാടിക്ക് നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യുക? കണ്ണാടി ക്ലീൻ ചെയ്യും അല്ലേ? നമ്മൾ യാത്ര പോവാണ്, ഊട്ടിയിലൂടെ യാത്ര പോവാണ്, അപ്പൊ നമ്മൾ അവിടെ ഫോഗ് വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വൈപ്പർ ഇട്ടിട്ട് നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ക്ലാരിറ്റി കൂടും. സോ ക്ലാരിറ്റി കൂട്ടാൻ എന്താ ഓപ്ഷൻസ്? ക്ലാരിറ്റി കൂട്ടാൻ ഒരേ ഒരു ഓപ്ഷൻസ് ഉള്ളൂ, മേക്ക് ആൻ ആക്ഷൻ പ്ലാൻ. നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടുന്ന് ഇടുക്കിയിൽ പോകണം. ഇടുക്കിയിലുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇടുക്കിക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടുന്ന് ഇടുക്കിയിൽ പോകണം. എനിക്ക് ഇടുക്കിയിലെ പ്രത്യേക സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ആ സ്ഥലത്ത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ആരോട് ചോദിച്ചാൽ മതി? ഇടുക്കിയിലുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റി കൂടി. അല്ലെങ്കിൽ ഞാനൊന്ന് ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് എന്താ തരുന്നത്? ഗൂഗിൾ മാപ്പ് എന്താ തരുന്നത്? ഗൂഗിൾ മാപ്പ് എന്താ തരുന്നത്? റൂട്ട് കാണിക്കുന്നത് ക്ലാരിറ്റി തരുന്നു അല്ലേ? എങ്ങനെ ക്ലാരിറ്റി തരുന്നത്? ദർ ഈസ് ആൻ ആക്ഷൻ പ്ലാൻ. ഇങ്ങനെ പോയിക്കോളി, റൗണ്ട് ലെഫ്റ്റ് ചെയ്തോളി, റൈറ്റ് ചെയ്തോളി, ഇങ്ങോട്ട് പോയിക്കോളി എന്നൊരു ആക്ഷൻ പ്ലാൻ ആര് തരുന്നുണ്ട്? അപ്പൊ നിങ്ങൾക്ക് സമാധാനമായി അല്ലേ? ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അത്ര ടെൻഷൻ ആവണം. ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അത്ര ടെൻഷൻ ആവും. എന്താ ഗൂഗിൾ മാപ്പ് തരുന്നത്? ഗൂഗിൾ മാപ്പ് ഒരു ആക്ഷൻ പ്ലാൻ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂഷൻ ഈസി ആവുന്നുണ്ട്. സിമ്പിളാണ് എക്സിക്യൂട്ട് ചെയ്യാൻ. യു മസ്റ്റ് ഹാവ് ആൻ ആക്ഷൻ പ്ലാൻ. നിങ്ങൾക്ക് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി നാലാമത്തെ എന്തുകൊണ്ട് പീപ്പിൾ ഇത് ചെയ്യുന്നില്ല? നാലാമത്തെ റീസൺ ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി ഇഷ്യൂ ആണ്. സ്മോൾ ആക്ഷൻസ് ഡെയിലി ലീഡ്സ് ടു ബിഗ് റിസൾട്ട്. പീപ്പിൾ ഓഫൺ സ്റ്റോപ്പ് ടു സ്റ്റോൺ. ഡിസിപ്ലിൻ ബൈ ഔൺസസ്, റിഗ്രറ്റ് ബൈ സ്റ്റോൺസ് എന്ന് പറഞ്ഞ ഒരു കോട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ സ്മാൾ ആക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ബിഗ് റിസൾട്ട് തരും. പക്ഷെ ഞാനിതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, നമ്മളെന്ന് പറയുന്നത് നമ്മളെപ്പോഴും വിഷയം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ക്വിക്കായിട്ട് റിസൾട്ട് വേണം. എല്ലാവർക്കും വേണ്ട എന്താ? ബിസിനസ് തുടങ്ങിയിട്ട് 1 വർഷം കൊണ്ട് വിജയിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ക്വിക്കായിട്ട്. ബി മാജിക് അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതോട് കൂടി നമ്മൾ ലൈഫ് ആകെ ചേഞ്ച് ആയി, പോസിറ്റീവ് മൈൻഡ് സെറ്റ് വന്നിട്ട് നമ്മൾ ആകെ വലിയൊരു സംഭവമാണ്. ക്ലിയർ ആണോ? എന്താ സംഭവിക്കുക? എപ്പോഴും നമ്മൾ സംഭവിക്കുക എന്ന് പറഞ്ഞത് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഡിസിപ്ലിൻ എന്താണ്?
ഡിസിപ്ലിൻ എപ്പോഴും നിങ്ങൾക്ക് ആശ്വാസം നൽകുമ്പം ചെയ്യാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, റിഗ്രറ്റിന്റെ വെയിറ്റ് ഇങ്ങനെ ടൺസ് ഓഫ് വെയിറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്നതും കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. ലൈഫിൽ ആർക്ക് സക്സസ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈഫിൽ സക്സസ്ഫുള്ളി ചെയ്യുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ നാട്ടിൽ പലചരക്ക് കട നടത്തുന്ന ഒരാളുടെ പേര് ഒന്ന് കമന്റ് ചെയ്തേ. പലചരക്ക് കടത്തുന്ന ഒരാളുടെ പേരൊന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ്. ജസ്റ്റ് കമന്റ്. പലചരക്ക് കട നടത്തുന്ന ഒരാൾ. കൃഷ്ണമൂർത്തി സാറിന്റെ നാട്ടിൽ കൃഷ്ണേട്ടനുണ്ട്. ഷീലാ മാമിന്റെ നാട്ടിൽ രാജു സാറുണ്ട്. പ്രീത മാമിന്റെ നാട്ടിൽ വേലായുധേട്ടനുണ്ട്. ഓക്കെ, അങ്ങനെ കുറെ ആളുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളെയും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളെയും ഈ പലചരക്ക് നടത്തുന്ന കട നടത്തുന്ന ആളെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാർ ബെറ്റർ ലൈഫ് ആരുതായിരിക്കും? പലചരക്ക് നടത്തുന്ന കടയുടെ ആളാണോ കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ഒന്ന് കമന്റ് ചെയ്യാമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ പറയാമോ? ആരുതായിരിക്കും? കട നടത്തുന്ന ആള്. എന്താ ഇവര് തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഇവരെ തമ്മിലുള്ള ഡിഫറൻസ്? എന്താ അവർക്ക് വലിയ ഐഡിയ ഉണ്ടോ? ഈ പലചരക്ക് നടത്തുന്ന ആൾക്കാർ വലിയ ഐഡിയ, വലിയ വേറെ ലോകത്തുള്ള ആരും ഇല്ലാത്തൊരു ഐഡിയ ബിസിനസ് ആക്കിയ ആൾക്കാരാണോ? ആണോ? ആണോ? അല്ല. എന്തുകൊണ്ട് ഇവരുടെ ലൈഫ് മുന്നോട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താ? ദിവസവും തുറക്കും കട. ദിവസവും അയാൾ കട തുറക്കും. ദിവസവും അയാൾ എന്ത് ചെയ്യും? അയാൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ക്ലിയർ ആണോ? മറ്റവർക്ക് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. ചിലപ്പോൾ രാവിലെ അവർക്ക് തോന്നും ഒന്ന് മഴയല്ലേ ഇന്ന് പോകണ്ട, പോവാതൊക്കെയുള്ള കാര്യം നോക്കും. മറ്റേ ഡിഫറെന്റ് എന്താ? മഴയാണോ അല്ല എന്നുള്ളത് വിഷയമല്ല, അയാൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ കട തുറന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ വിളിക്കും. എക്സിക്യൂഷൻ കപ്പാസിറ്റി കൂടുതലാണ്, കൺസിസ്റ്റൻസി കൂടുതലാണ്. ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ലൈഫിൽ സക്സസ് ആവും. അത് എത്ര ചെറിയ കാര്യമായിക്കോട്ടെ, എത്ര ചെറിയ കാര്യമായിക്കോട്ടെ. നാളെ ബിമാജിക്കിൽ എത്ര പേരുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ബിമാജിക്ക് 1800 ദിവസം പിന്നിട്ടു എന്നുള്ളതാണ്. അത് ബിമാജിക്കിൽ 10,000 ആളുകൾ ഉണ്ടെങ്കിലും അതന്നെ പറയുള്ളൂ, ബിമാജിക്ക് എത്ര ദിവസം പിന്നിട്ടു. ഇനിയും ഒരു 2030 വരെ ബിമാജിക്ക് പോകുന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് പറയും? 8 വർഷം അല്ലെങ്കിൽ 10 വർഷമാണ്. ഹൗ ഇറ്റ്സ് പോസിബിൾ എന്ന് ചോദിക്കും. തിങ് ഈസ് സിമ്പിൾ. എന്താണ്? എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആയിട്ട് വളരെ കറക്റ്റാണ്. എന്താണ്? നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ? എല്ലാ ദിവസവും നിങ്ങൾ ഇട്ട് നോക്കും. നിങ്ങൾ ഇടക്കിടും, നിർത്തുമല്ല, കൺസിസ്റ്റന്റ് ആയിട്ടില്ല, എന്നിട്ട് നോക്കൂ, എന്നിട്ട് കൊണ്ടേ ഇരിക്കുക. അത് ഇത്ര ആളുകൾ കാണണം, ഭയങ്കര വൈറലാവണം, അതൊന്നും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകാൻ പാടില്ല. ഡു, ചെയ്തുകൊണ്ടേ ഇരിക്കുക. 1 ഡേ, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടേക്കാരം നിങ്ങൾ അത് സക്സസ് ആവുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് നമുക്ക് ദ പവർ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്? എന്താ പറഞ്ഞത്? എന്താണ് എക്സിക്യൂഷന്റെ പവർ എന്ന് പറയുന്നത്? ഞാനത് വളരെ ഇതിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് തന്നെ, എനിക്ക് ലോകത്തെ എല്ലാ ആളുകൾക്കും ജീവിക്കാൻ പറ്റുന്നത് തന്നെ, പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെ ഈ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊണ്ടാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഞാനൊരു മീറ്റിങ്ങിന് ഇരിക്കുകയാണ്, ഞാനും എൻ്റെ ഒരു ക്ലയൻറ്റും മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ ആ മീറ്റിംഗ് കഴിയുന്ന സമയം കൊണ്ട് തന്നെ ഞാനതിൻ്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ. ഓക്കെ, ബിമാജിക്ക് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട വർക്ക് എന്താ എനിക്കറിയാം. ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട 3 വർക്ക് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അവരോട് ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യം ഓക്കെ നാളെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിൽ തരാമെന്നുള്ളതാണ്. ബട്ട് ഞാനത് ഇന്ന് കൊടുക്കും. ഇന്ന് 8 മണിയുടെ മുമ്പ് ഞാൻ ആ സാധനം ചെയ്യും, ഞാൻ ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സാധനം അവർക്ക് കൊടുക്കും. കാരണം എന്താ അറിയോ? 3 എക്സിക്യൂഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ 3 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്പീഡ് ഓവർ പെർഫെക്ഷൻ എന്നുള്ള. പെർഫെക്ഷൻ, നിങ്ങൾ ചെയ്തത് എത്ര വൃത്തിയുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ അറിയുന്ന ഒരാൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാനോട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എന്താ? ആ വീഡിയോ ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്പീഡ് ഓവർ പെർഫെക്ഷൻ.
സ്പീഡാണ് പെർഫെക്ഷനെക്കാട്ടിലും പ്രധാനമെന്ന് പറയുന്നത്. ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ്. ടേക്ക് മെസ്സി ആക്ഷൻസ്. ചെയ്യുക എന്നുള്ളതാണ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സ്പീഡ് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റും, എത്ര സ്പീഡ്. ലോകം വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ഫാസ്റ്റാണ്. നമ്മളിങ്ങനെ ലോകം ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ റസാഖ് സാറിനോ അല്ലെങ്കിൽ കൃഷ്ണമൂർത്തി സാറിനൊക്കെ മണി സാറിനൊക്കെ ലോകത്തിന്റെ സ്പീഡ് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ? ആ സ്പീഡ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇങ്ങനെ പണ്ട് കാലത്ത് നിങ്ങൾ ചെറിയ ചെറിയ വണ്ടികൾ കണ്ടിട്ടുണ്ടാവും, സൈക്കിൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പിന്നെ 100cc ബൈക്കുകൾ വന്നിട്ടുണ്ടാവും. ആ 100cc ബൈക്കിൽ നിന്ന് പിന്നെ അതിങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂടിപ്പം പണ്ടത്തെ 100cc ബൈക്കിൽ പോകുന്ന പോലെയല്ല പിള്ളേർ പോകുന്നത്. ഇപ്പൊ എങ്ങനെ പിള്ളേർ പോകുന്നത്? ഒരു സൗണ്ട് കണ്ട് കേൾക്കുള്ളൂ, പിന്നെ അവരെ കാണൂല അല്ലേ? ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഇങ്ങനെ എന്തോ ഒരു കാറ്റ് നമ്മൾ മുമ്പ് കൂടെ പോയതേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? സ്പീഡാണ്. നമ്മളിങ്ങനെ കറങ്ങുന്ന നെറ്റിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഡൗൺലോഡ് ആവാൻ, ഒരു MB ഡൗൺലോഡ് ആവാൻ ഇങ്ങനെ കാത്തിരുന്ന ഒരു കാലഘട്ടത്തിന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് ഡൗൺലോഡ് ആവുന്ന 5Gയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ 5Gയുടെ കൂടെയുള്ള സ്പീഡ് നമുക്കില്ലെങ്കിൽ സ്പീഡുള്ള ആളുകൾ വിജയിച്ചുകൊണ്ടിരിക്കും, ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നതല്ല ഇമ്പോർട്ടൻ്റ്, നമ്മൾ സ്പീഡ് ആവുന്നുണ്ടോ? ആ ഏജിൽ നമ്മൾ സ്പീഡ് ആവുന്നുണ്ടോ അല്ലേ? ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആളുകൾ ആരൊക്കെയായിരുന്നു മണിസാറെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൽ? മധു സാർ. മധു അല്ലേ? മധുസാറെ കാലം കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ആരായിരുന്നു? ശങ്കറും റഹ്മാനൊക്കെ മലയാള സിനിമ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? അവരൊക്കെ ഇപ്പോഴും ഇല്ലേ? പ്രേംകുമാർ, ശങ്കർ അല്ലേ? ഇവരൊക്കെ ഇപ്പോഴും ഇല്ലേ? ജീവിച്ചിരിക്കില്ലേ? പക്ഷെ അവരെന്താ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത? സ്പീഡ് ഓവർ പെർഫെക്ഷൻ. സ്പീഡായില്ല അല്ലേ? അവിടെയാണ് മമ്മൂട്ടി മോഹൻലാലും പതുക്കെ പിച്ച വെച്ചിട്ട് ഇപ്പോഴും ഈ വയസ്സിലും മമ്മൂട്ടിയും ദുൽഖർ നോക്കുകയാണെങ്കിൽ ദുൽഖറിനാണോ മമ്മൂട്ടിക്കാണോ വാല്യൂ കൂടുതൽ? മമ്മൂട്ടിക്ക്. എന്തുകൊണ്ടാണ്? ദുൽഖറിന്റെ വാല്യൂ കൂടണ്ടേ? കുറച്ചും കൂടി യങ് ആണ്, ബാക്കിയുള്ള കാര്യം കൊണ്ടൊക്കെ സെറ്റാണ്, മമ്മൂട്ടിനെക്കാളും സൗന്ദര്യമുണ്ട്. ബട്ട് സ്റ്റിൽ മമ്മൂട്ടി. വൈ? എന്തുകൊണ്ടാണ്? ഇപ്പോഴും 18 വയസ്സുള്ള ആളുകൾക്ക് ദുൽഖറിനെ ഇഷ്ടമാണെങ്കിൽ മമ്മൂട്ടിനെ ഇഷ്ടമാണ്. മമ്മൂട്ടിനെ ഇഷ്ടം. വൈ? സ്പീഡ് ഓവർ പെർഫെക്ഷൻ. അപ്ഡേറ്റഡ്. അല്ലേ? അപ്ഡേറ്റഡ് ആണ്, സ്പീഡാണ്. ഓരോരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള സ്പീഡിൽ ഈ ജനറേഷൻ മാറുമ്പോൾ ഈ ജനറേഷന് വേണ്ടിയിട്ടുള്ള സിനിമകൾ ഇറക്കി. മലയാള സിനിമയിൽ തന്നെ വലിയൊരു രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന സിനിമയാണ് ബിഗ് ബി എന്ന് പറയുന്നത്. ആരും ചിന്തിക്കാത്ത സമയത്ത് അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കുക. എന്താ? സ്പീഡ് ഓവർ പെർഫെക്ഷൻസ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം തന്നെയാണ്, എപ്പോഴും പഠിപ്പിക്കുന്നതാണ്. ബ്രേക്ക് ബിഗ് ഗോൾസ് ഇൻ ടു മൈക്രോ ആക്ഷൻസ്. നിങ്ങൾക്ക് വലിയ ഗോൾ ഉണ്ടോ എന്നുള്ളതല്ല, അതിന് ചെറിയ ചെറിയ ആക്ഷൻസ് ആയിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഡോണ്ട് എയിം ടു ക്ലിംബ് ദ മൗണ്ടൻ ഇൻ വൺ സ്റ്റെപ്പ്. ഒരു മല ഒരൊറ്റടിക്ക് കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വൺ സോളിഡ് ബ്രിക്സ് എ ഡേ ബിൽഡ്സ് എംപയർ എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു ദിവസം ഒരൊറ്റ കല്ലിങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നത്, വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. സോ ഡു ദാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകളിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്താണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? മറ്റൊന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ട്രാക്ക് ആൻഡ് റിഫ്ലക്ട്. ആ ട്രാക്കിങ്ങിനും റിഫ്ലക്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഗൂഗിൾ ഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബട്ട് അത് ഞാനതിൽ വർക്ക് ചെയ്യണമെങ്കിൽ, ഇഫ് ഐ വാണ്ട് ടു സ്പെൻഡ് penny of time for that, you all people are done that. നിങ്ങളെല്ലാ ആളുകളും എപ്പോഴാണോ അത് കമന്റിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങളെല്ലാ ആളുകളും റസാഖ് സാർ പറയാണ്, സേഫ് സാർ എല്ലാ ആളുകളും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചിട്ടുണ്ട്. എപ്പോൾ നിങ്ങൾ അത് പറയുന്നോ അപ്പം ഞാൻ അതിലിരിക്കും, ഞാൻ അതിൻ്റെ ഫോർമുല സെറ്റ് ചെയ്യും. അതിന് ഞാനൊരു 2 to 3 hour ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും നിങ്ങളെ ഫോർമുലയൊക്കെ സെറ്റ് ചെയ്തതിന് വേണ്ടി റെഡിയാക്കാൻ. ഞാൻ എന്തിനാ എൻ്റെ സമയം വെറുതെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യക്കാർക്കാണെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. വെറുതെ എൻ്റെ സമയം, ഞാൻ പറഞ്ഞല്ലോ TOO, ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഞാൻ എൻ്റെ ക്ലയൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ പൈസയെങ്കിലും കിട്ടും. നമ്മുടെ പൈസയും കിട്ടുന്നില്ല, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല, എനിക്ക് റിസൾട്ട് ഇല്ല. പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? യെസ് ഓർ നോ? മണി സാർ, ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല, എനിക്ക് റിസൾട്ട് ഇല്ല, ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് റിസൾട്ട് ഇല്ല, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്, ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല, എനിക്ക് റിസൾട്ട് ഉണ്ട്, അപ്പോഴും ചെയ്യാം.
ഇത് രണ്ടുമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് റിസൾട്ട് വേണം. അപ്പൊ എന്ത് ചെയ്യുക? എപ്പോഴും എക്സിക്യൂഷൻസ്. ഇലോൺ മസ്ക് ആണ് ഞാൻ കണ്ട ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ ഞാൻ അറിയുന്ന, ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ അറിയുന്ന ഏറ്റവും വലിയ എക്സിക്യൂഷൻ പവറുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആണ്. ഹാഡ് ബോൾഡ് ഐഡിയാസ് ബട്ട് റെലന്റ്ലെസ് എക്സിക്യൂഷൻ ബിൽറ്റ് ടെസ്ല ആൻഡ് സ്പേസ് എക്സ്. എല്ലാവരും ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന കാലത്ത് ഡ്രൈവർ ഇല്ലാത്ത കാറ് വരും എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ സിനിമയിലും കഥകളിലും മാത്രം കേട്ടിരുന്ന സംഭവം ഇറ്റ്സ് എ റിയാലിറ്റി. നിങ്ങൾക്ക് നാളെ വേറൊരു സ്പേസിലേക്ക് ടൂർ പോവാം. വേറെ സ്പേസ്, ആകാശത്ത് പോയിട്ട് താമസിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിരുന്ന ഒരു കാര്യം, പറക്കുന്നളിയൊക്കെ കണ്ടിരുന്ന കാര്യം ഇറ്റ്സ് എ റിയാലിറ്റി. നിങ്ങളുടെ ബിസിനസ് സ്മാൾ ആണോ അല്ല എന്നതല്ല, നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക, ചെറുതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ബിമാജിക്കിനെ തന്നെ നിങ്ങൾ എക്സാമ്പിൾ എടുത്തോളൂ. 1800 സംതിങ് ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം പിന്നിട്ടിട്ടല്ലേ? അല്ലേ? എല്ലാ ദിവസവും നടന്നുകൊണ്ടല്ലേ? എല്ലാ ദിവസവും നടന്നുകൊണ്ടല്ലേ? എന്താണ് ഇതിനാണ് അതിൻ്റെ കാര്യമാണ് എക്സിക്യൂഷൻ. സോ മൈ ഡിയർ ഫ്രണ്ട്, ഞാൻ വളരെ ടെൻസ്ഡാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഒരു കമ്മ്യൂണിറ്റി, ഇത്രയും നല്ലൊരു വാല്യൂ വളരെ ഫ്രീ ആയിട്ട്, ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് തന്ന്, അതിനു വേണ്ടിയിട്ട് ഞാൻ വളരെ ആവേശത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്, ബട്ട് എനിക്ക് നിങ്ങൾ എന്നെ ഒരു ഇൻസൾട്ട് ചെയ്ത ഫീൽ ചെയ്തത് റിയലി. ഓക്കെ, ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഞാൻ ഈ ഒരു ചലഞ്ചസ് ഒക്കെ തുടങ്ങിയത്? എന്തിനാണ് കുറേ ആളുകൾ അതിൽ കൊണ്ടുവന്നത്? അവർക്കേ അത് ആവശ്യമില്ല. അവരാരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഒരു കാര്യം ഒരു മനുഷ്യൻ പോലും എന്നോട് ഡിസ്കസ് ചെയ്യാനോ ചോദിക്കാനോ വന്നിട്ടില്ല. ഞാൻ തോന്നി ശരിക്കും മറ്റേ പണ്ട് കോമഡി ചോദിക്കില്ലേ, ശരിക്കും ആർക്കാ ഭ്രാന്തായത്? ഓക്കെ, എനിക്കാണോ ഭ്രാന്ത്, നിങ്ങൾക്കാണോ ഭ്രാന്ത് ചോദിച്ചില്ല? എനിക്കാണോ ഭ്രാന്ത്, നിങ്ങൾക്കാണോ ഭ്രാന്ത് എന്ന് ചോദിച്ച പോലെയാണ്. എന്തിനാണ് ഞാൻ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തിനാണ് ആ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇതിന് മുന്നേ പോകുന്നപ്പോൾ തന്നെ പോയാൽ മതി. ഞാൻ അടുത്തൊരു ദിവസം റസാഖ് സാറിനെ വിളിച്ച് ചോദിച്ചു. റസാഖ് സാർ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് ആ ഗൂഗിൾ ഫോം നോക്കുമ്പോൾ റിസൾട്ട് ഒന്നും കാണുന്നില്ല. നിങ്ങൾ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം നോക്കുമ്പം ആ ഗൂഗിൾ ഫോമിൽ കാണണ്ടേ? ആ ഗൂഗിൾ ഫോമിൽ കണ്ടു കഴിഞ്ഞാലല്ലേ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാ ഞാൻ പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് വേണം. രണ്ടാക്കും റിസൾട്ട് ഇല്ലെങ്കിൽ റസാഖ് സാറിന് രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഗ്രൂപ്പ് പിരിച്ചുവിടാം. ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിനെ അതിൻ്റെ ലീഡേഴ്സ് വളരെ വൃത്തിക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ഏതെങ്കിലും ഒന്നെന്ന് വേണം, നിർബന്ധമായിട്ടും വേണം. അത് അപ്ഡേറ്റ് ചെയ്യാതെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഓക്കെ, ഇതിനൊക്കെ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? മിനിമം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഓക്കെ, ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടായി. ഓക്കെ, ഈ ഒരാഴ്ച ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ല, അതിലൊരു ബെസ്റ്റ് പെർഫോമർ ഉണ്ടാവും, അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കും. ഓക്കെ, ഈ ചലഞ്ചിൽ പങ്കെടുത്തിരിക്കുന്ന ഏകദേശം 14ഓളം പേരുകളുണ്ട്. റസാഖ് സാറുണ്ട്, ദിവ്യ മാം ഉണ്ട്, ദീപ യേശുദാസ് ഉണ്ട്, ഷൈനി മാം ഉണ്ട്, ബീന സുനിൽ ഉണ്ട്, നൗഫൽ മുഖ് ഉണ്ട്, സിന്ധു മാം ഉണ്ട്, പ്രീത മാം ഉണ്ട്, സുനിൽ നമ്പീഷൻ സാറുണ്ട്, ഷീല മാം ഉണ്ട്, കൃഷ്ണമൂർത്തി സാറുണ്ട്, മണി സാറുണ്ട്, ഷീന ഉണ്ട്, അഖിലുണ്ട്. ഇവിടെ പല ആളുകൾ കാണുന്നതല്ല. ഇവർക്കൊക്കെ കുറെ കഥകൾ പറയാനുണ്ടാവും. നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 48 റെസ്പോൺസാണ് നിങ്ങൾ 7 days ചലഞ്ചിൻ്റെ. എങ്ങനെ നോക്കൂ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും, ഇന്ന് ആരൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ്. ഫൈനലി എനിക്ക് തോന്നും അവർക്കല്ല ഭ്രാന്ത്, ശരിക്കും ഭ്രാന്ത് ആർക്കാണ്? ഓക്കെ, എനിക്ക് മനസ്സിലായി. ശരിക്കും ഭ്രാന്ത് ഇതൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന നിനക്ക് തന്നെയാണ് ഭ്രാന്ത് എന്നുള്ളത് എന്ത് ചെയ്തു, അവസാനം ഞാൻ എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഓക്കെ, ഇവർക്കൊന്നുമല്ല ഭ്രാന്ത്. ഭ്രാന്ത് ആർക്കാണ്? ഭ്രാന്ത് ശരിക്കും എനിക്ക് തന്നെയാണ്. ഓക്കെ, ഫൈനലി ഞാൻ ആ കൺക്ലൂഷനിലെത്തിയിട്ട് എന്ത് ചെയ്തു,
ഞാൻ സമാധാനിച്ചു. എനിക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് ആണ് ആകെ 7 ദിവസം കൊണ്ട് നിങ്ങൾ തന്നിരിക്കുന്ന റെസ്പോൺസ്. യു ക്യാൻ സീ ദിസ്. ഓക്കെ, യു ഹാവ് 2 ചോയ്സസ്. ഫസ്റ്റ് തിങ്, പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ്. ഇൻസൾട്ട് ചെയ്ത് പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് മീ. ഡോണ്ട് ഇൻസൾട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ അപമാനിക്കരുത്, നിങ്ങൾ എന്നെ അഭിമാനിക്കരുത്. ഡോണ്ട് ഇൻസൾട്ട് ബി മാജിക്. നിങ്ങൾ എന്നെ അപമാനിച്ചു കഴിഞ്ഞാൽ മേ ബി ഐ ക്യാൻ സഫർ ദാറ്റ്. ബട്ട് നിങ്ങൾ ബി മാജിക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തം അപമാനിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ അപമാനിക്കാം. നിങ്ങൾ ആരെ ചീറ്റ് ചെയ്യുന്നത്? ചീറ്റ് യുവർ സെൽഫ്. ഒരിക്കലും ലൈഫിൽ രക്ഷപ്പെടില്ല എന്നുള്ളത് ആരാണോ വെച്ച് കഴിഞ്ഞാൽ, ആരാണോ സ്വയം പറ്റിക്കുന്നത് അവർ ലൈഫിൽ ഒരിക്കലും സക്സസ് ആവില്ല. കർമ്മ, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, ഞാൻ. ഡോണ്ട് ചീറ്റ് യുവർ സെൽഫ്. ഡോണ്ട് ചീറ്റ് ബി മാജിക്. ഡോണ്ട് ചീറ്റ് ബി മാജിക് പ്ലീസ്. ബി മാജിക്കിന് എന്ത് ചെയ്യരുത്? നിങ്ങൾ അപമാനിക്കരുത്. ഇതൊരു വാല്യൂ ഉള്ള സാധനമാണ്, അതൊരു ജീവനുള്ള സാധനമാണ്. നിങ്ങൾക്കൊരു പക്ഷേ അത് എത്ര ഉണ്ടെന്ന് അറിയില്ല. ഈ പറയുന്ന സമയത്തും ഓക്കെ, lakhs of rupees I spend for that. lakhs of rupees, not silly 10,000 2,000. ലക്ഷക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്തിട്ടാണ് ബി മാജിക്കിന് ഇതുവരെ എത്തിച്ചിരിക്കുന്നത്, അല്ലേ? ആരോടെങ്കിലും അതിന്റെ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടോ? ആരോടെങ്കിലും ചോദിച്ചോ ഇതിന്റെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പൈസ വേണം? ബി മാജിക്കിന് വേണ്ടിയിട്ട് മുഫീദ് വർക്ക് ചെയ്യുന്നുണ്ട്, ഗോപിക വർക്ക് ചെയ്യുന്നുണ്ട്, ഇവർക്ക് സാലറി കൊടുക്കാൻ പൈസ വേണം, സൂമിന് പൈസ വേണം ചോദിച്ചോ? പോസ്റ്റർ ഉണ്ടാക്കാൻ പൈസ വേണം ചോദിച്ചോ? വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പൈസ വേണം ചോദിച്ചോ? ഇത് എഡിറ്റ് ചെയ്യാൻ പൈസ വേണം ചോദിച്ചോ? ആരോടെങ്കിലും ചോദിച്ചോ? ഇല്ല. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്രയും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ വാല്യൂ അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സ്റ്റോപ്പ് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ വാല്യൂ. കാരണം എനിക്ക് പേയ്മെന്റ് തരുന്ന ആളുകൾ എന്നോട് പിന്നെ ചോദിക്കാറുണ്ട്, സർ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തൂടെ? ദ പെയ്ഡ് 25,000 മന്ത്ലി. then they are asked. അപ്പോഴാണ് ഞാൻ അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കാര്യം മാത്രം മെന്ററിങ് നൽകാം. അപ്പൊ എന്തിനാണ് ഇതിൽ കുറെ ലീഡേഴ്സും ഇതിന്റെ തലപ്പത്ത് കുറെ ആളുകളും എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു എല്ലാവരെയും പറ്റിക്കുന്ന ഒരു പ്രോഗ്രാം? എല്ലാവരെയും പറ്റിക്കുന്ന എന്നെ പറ്റിക്കാനാണോ അതോ നിങ്ങളെ പറ്റിക്കാനാണോ? എന്തിനാണ് തുടങ്ങിയിരിക്കുന്നത്? ആസ്ക് യുവർ സെൽഫ്. എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നിങ്ങളോട് ചോദിക്കും, എന്തിനാണ് ഞാൻ ആ ചലഞ്ചിൽ പങ്കെടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ എൻ്റർ ആയിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഗ്രൂപ്പിൽ നിൽക്കുന്നത്? നിങ്ങൾ ചോദിക്കുക. ഒന്നെങ്കിൽ ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ്, ഇന്ന് നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. ആ ഗ്രൂപ്പ് അങ്ങ് തിരിച്ചു വിട്ടേക്കുക. അതിനാകെ നിങ്ങൾക്ക് ഓൺലി നീഡ് 1 minute, അല്ലേ? ആ ഗ്രൂപ്പുകളിൽ എല്ലാവരും റിമൂവ് ചെയ്യാനുള്ള സാക്ഷാൻ എത്ര മിനിറ്റ് വേണം? എത്ര സമയം വേണം? 2 minute. സ്പെൻഡ് ദാറ്റ് 2 minutes ഫോർ അവർ. ആ 2 minute ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കുക. നമ്മളെ വീട്ടിലൊക്കെ നമ്മളറിയില്ല, ഡീകൾട്ടറിങ് എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. നമ്മൾ അലമാരകള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് കിടക്കുന്നതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കണം. നമ്മുടെ മേലൊരു ചളി പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ആ ചളി ഒഴിവാക്കി കളയാം, അല്ലെ? നമ്മൾ ഒന്ന് വഴിയിലൂടെ പോകുമ്പോൾ ചെളി തെറിച്ചു, ആ ചെളിയും കൊണ്ട് നമ്മൾ നടക്കുമോ? ഇല്ല. ആ ചെളിയും കൊണ്ട് നമ്മൾ ആ ചെളി കഴുകി കളയും. അതേപോലെ ബി മാജിക്കിന് പറ്റിക്കുന്ന ഒരു കളങ്കാണ് ആ ഗ്രൂപ്പ് വെച്ചെങ്കിൽ പ്ലീസ് റിമൂവ് ദാറ്റ്. അതല്ല, നിങ്ങൾക്ക് അതൊരു ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത ബുധനാഴ്ച ഇതേപോലെയാണ് വെച്ചെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. എന്നെ അഡ്മിനാക്കിയാൽ മതി, ഞാൻ തന്നെ റിമൂവ് ചെയ്തോളാം. അല്ലെങ്കിൽ അജിഷനെ ഗോപികനെ ആരെങ്കിലും അഡ്മിനാക്കി കൊടുത്താൽ മതി, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. സോ താങ്ക് യു. ഗോപിക, ഹലോ. ആ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഓക്കെ ആണല്ലോ? ഇന്ന് മാജിക് മോർണിംഗ് വിഷ് ചെയ്തവരുടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ അതായത് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സംസാരിക്കാം കേട്ടോ. ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാ?
മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയൂ. ഈ ചാലഞ്ചിലുള്ള ഗ്രൂപ്പിലുള്ള ടീമിന്റെ ഒരു മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് ഏതെങ്കിലും സമയത്ത് നടത്തിയിട്ട് വെക്കാം. എന്തൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ചർച്ച നടത്താം എന്ന് തോന്നുന്നുണ്ട്. രാത്രി 8 മണിക്കാക്കിയാലോ? എപ്പോഴായാലും അങ്ങനെ ചെയ്ത് മുന്നോട്ട് നീക്കൂടെ സൈഡ് സാർ? 8:30 നിങ്ങൾക്ക് എന്തായാലും ചെയ്യാം. ശരി. 8:30 ആയിക്കോട്ടെ അല്ല, 8:30 ആയിക്കോട്ടെ. അതല്ലേ എന്നാ പിന്നെ സാർ ഏതാ സമയം നോക്കിയിട്ടേ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തോളൂ. ചെയ്യാം. ശരി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുനിൽ സർ. ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? സ്ഥിരമായി ചെയ്യാം. ഇപ്പോൾ സാർ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി പോസ്റ്റർ ഇടാൻ. ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി പോസ്റ്റർ ഇടുന്ന ആളാണ്. ഫേസ്ബുക്കിലെ വേൾഡിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് 2-3 പ്രാവശ്യമായിട്ട്. അപ്പൊ ചെയ്താൽ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ. അപ്പോൾ ടീം മെമ്പേഴ്സ് കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതുപോലെ മുന്നോട്ട് പോവാം. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സെഷൻ എടുത്ത് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു. ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച്. Thank you all. Thank you. Thank you. Yes, sir. Thank you.